തിരുവചനം തിരുവചനം. അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോഴും പരീക്ഷകൾ വരുമ്പോഴും അതിൽ തോറ്റ് തുന്നം പാടാതിരിക്കാൻ, തോറ്റ് അതിൽ വീണു പോകുന്ന സമയത്തും അതിൽ തളരാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വൃന്ദമാലാഖമാരെ, ക്രോവന്മാരെ, ശ്രാപ്യന്മാരെ, മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിഫലബോധത്തിൻ്റെ പടവുകളിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 14, 36 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയുമായിരുന്നു. അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ മൂന്നാമതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയമായിരിക്കുന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. വിശേഷ ഏറ്റവും സ്നേഹമുള്ളവരെ, റൂമി എന്ന് പറയുന്ന ഒരു സൂഫി ഗുരുവിൻ്റെ മനോഹരമായ ഒരു കഥ ഈ സമയത്ത് ഓർക്കാൻ ആഗ്രഹിക്കുക. കഥ ഇപ്രകാരമാണ്. ഒരു പാമ്പ് പിടുത്തക്കാരനായ ഒരു മനുഷ്യൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. കഥയുടെ പശ്ചാത്തലം ഇങ്ങനെയാണ്. പാമ്പ് പിടുത്തക്കാരൻ പാമ്പിനെ പിടിച്ച് ജനങ്ങളെ അത് കാണിക്കുകയും ജനങ്ങൾ ഈ പാമ്പുകളെ കണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുകയും അതിലൂടെ കുറേ സാമ്പത്തികമായ പുരോഗതിയൊക്കെ ലഭിക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ചൊക്കെയാണ് ഈ കഥ പറയുന്നത്. ഇപ്പം ഈ പാമ്പാട്ടിയുടെ കയ്യിൽ, ഈ പാമ്പ് പിടുത്തക്കാരൻ്റെ കയ്യിൽ ഒരു നല്ല സർപ്പമുണ്ട്. ഇവൻ പിടിച്ചിരിക്കുന്ന കുറേ അധികം പാമ്പുകളിൽ ഏറ്റവും നല്ല ഒരു സർപ്പം. ഇത് ജനക്കൂട്ടത്തെ കാണുമ്പോൾ അത് ജനക്കൂട്ടത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന, പത്തി വിടർത്തി ആടുന്ന, മറ്റുള്ളവർക്ക് കൗതുകരമായിട്ടുള്ള ഈ പാമ്പാട്ടിയെ അറിയപ്പെടുന്നവനാക്കി മാറ്റിയിട്ടുള്ളത് ഈ പറയുന്ന പാമ്പാണ്, ഈ സർപ്പമാണ്. അപ്പം അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെയിലുള്ള ഈ സർപ്പത്തെ കാണാൻ കുറേയധികം പേര് കാഴ്ചക്കാർ വരികയും ഇത് കാണുകയും ഇദ്ദേഹത്തിന് ഈ പാമ്പാട്ടി കുറേ പൈസയൊക്കെ കൊടുത്ത് പോകുന്ന, അങ്ങനെ നല്ല നിലയിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ പാമ്പാട്ടിയുടെ കുറേ പാമ്പുകളിൽ നിന്ന് ഈ സർപ്പത്തെ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോകാം. മോഷ്ടിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ പാമ്പാട്ടിക്ക് ഒത്തിരി സങ്കടം തോന്നും. കാരണം തൻ്റെ കൂട്ടത്തിലുള്ള ഈ പാമ്പുകളിൽ ഏറ്റവും നല്ല പാമ്പ്, ഏറ്റവും നല്ല സർപ്പം എന്ന് പറയുന്നത് ഈ സർപ്പത്തെ എന്തിനാണ് ഇങ്ങനെ ഞാൻ അനുവദിക്കാത്ത ഈ ഒരു കാര്യം സംഭവിച്ചത് എന്ന് പറഞ്ഞ് വിഷമിക്കാം. അങ്ങനെ വിഷമിച്ച് ഈ പാമ്പാട്ടി നേരിട്ട് പോയിട്ട്, പാമ്പ് പിടുത്തക്കാരൻ നേരിട്ട് പോയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഒത്തിരി പ്രാർത്ഥിക്കാം. കുറേ അധികം നാൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞാൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടും ഈ പാമ്പാട്ടിക്ക് ഈ നഷ്ടപ്പെട്ടു പോയ പാമ്പിന് തിരിച്ചു കിട്ടുന്നില്ല. അത്ഭുത പ്രവർത്തകരോട് മുഴുവൻ പ്രാർത്ഥിച്ചു, കാണാതെ പോയ വസ്തു തിരിച്ചു കിട്ടണേ എന്ന് പറയുന്ന രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും ഈ പാമ്പാട്ടിക്ക് ഒരു ഫലവും ഇല്ലാതെ ആകെ നിരാശനായിട്ട് ഈ മനുഷ്യൻ തീരും. അങ്ങനെ മനുഷ്യൻ ഈ 3-4 മാസങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഈ പ്രാർത്ഥനയ്ക്കൊന്നും വലിയ ഫലമില്ല, അതല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിനൊരു വിലയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ നിരാശപ്പെട്ട് ഒരു ദിവസം ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഒരു കവലയിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു പാമ്പ് കടിച്ചിട്ട് ഒരു മനുഷ്യനിങ്ങനെ കിടക്കുന്നത് കാണാം. ഈ പാമ്പിനെ ആ നാട്ടുകാർ കൂടിയിട്ട് തല്ലിക്കൊല്ലണതാണ് ഈ പാമ്പാട്ടി കാണുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ പാമ്പാട്ടിക്ക് മനസ്സിലാവും തൻ്റെ കൂടയിലുണ്ടായിരുന്ന പാമ്പിനെയാണ് അവർ തല്ലിക്കൊല്ലുന്നത്. ഈ പാമ്പ് കടിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചിട്ടുള്ളത്. ഇയാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ പാമ്പിനെ സൂക്ഷിച്ചു വെച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും അത് കടിച്ചിട്ടാണ് ഇത് മരിച്ചിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ ഈ പാമ്പാട്ടിയുടെ ഉള്ളിൽ തോന്നുന്ന ഒരുതരം വികാരമുണ്ട്. അത് സംഭവിച്ചത് ഇങ്ങനെയാണ്. ഈ പറയുന്ന സർപ്പത്തിന് ഒരു പ്രത്യേക സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, വിഷം മുറ്റിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നവരെ അത് കടിച്ചു കയറും.
അങ്ങനെയാണെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഈ പാമ്പാട്ടിയുടെ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും സന്തോഷമുള്ള ഈ പാമ്പിനെ കുറേ നാൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാണാതെ പോയതിനെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന് പകരം താൻ മരിച്ചു കിടക്കും എന്നൊരു ബോധ്യത്തിലേക്ക് കടന്നു വരികയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുന്ന സൂഫി ഗുരുവായിട്ടുള്ള ഈ റൂമിയുടെ ഈ ഒരു കഥയുണ്ട്. റൂമി എന്തിനാ ഈ കഥ പറഞ്ഞേ ചോദിച്ചു കഴിഞ്ഞാൽ, റൂമിയുടെ അടുത്ത് ഒത്തിരി പേര് വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥന ഫലിക്കണില്ല, ദൈവമൊന്നും ഇല്ല, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യത്തിന് ഒരു അർത്ഥമില്ല, ഡിറ്റർമൈൻഡ് ഫിലോസഫി ആണെന്നൊക്കെ പറഞ്ഞ് റൂമിയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മുമ്പിൽ റൂമി പറഞ്ഞിരുന്ന ഒരു കഥയാണിത്. ഇന്ന് ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ഈ കഥയുടെ പശ്ചാത്തലം വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു പക്ഷേ നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളായി നമ്മുടെ ജീവിത പങ്കാളിയാവാം. പെട്ടെന്ന് ഒരു അപകടത്തിൽ കിടപ്പ് രോഗിയാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം വന്ന് മരിച്ചു പോകണം. നമ്മൾ വേണ്ട രീതിയിൽ പ്രതീക്ഷിച്ച മാർക്ക് IELTS നമുക്ക് കിട്ടണില്ല, വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ രോഗം വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ തകർച്ചയൊക്കെ വന്ന് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരവൊക്കെ കിട്ടാതിരിക്കുന്ന വ്യക്തികൾ ഈ കഥയൊന്ന് വായിച്ചാൽ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഈ കഥ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഒരു പക്ഷേ നിനക്ക് നന്മയല്ലാത്തത് കൊണ്ടാവാം ഈ ഒരു കാര്യം ദൈവം അനുവദിക്കാത്തത് എന്ന് നിന്നെ പഠിപ്പിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഈശോയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഇതേ കാര്യം കാണുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ ഒരുപാട് തവണ ദൈവം നിഷേധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ടത് അങ്ങനെയാണ്. ഗത്സമനയിൽ ഇരുന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. അവൻ തെരഞ്ഞെടുത്ത തൻ്റെ 12 ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നതാ. ഇവര് നല്ല മനുഷ്യരാക്കണേ, ഇവര് എൻ്റെ സമയത്ത് എന്നേക്കാൾ നല്ല ആയിട്ട് മാറണേ എന്നൊക്കെ പറഞ്ഞ കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതായി പോകുന്ന ഒരു രംഗമാണ് ഗത്സമനയിലെ ഈ പ്രാർത്ഥന. ഈശോ ഇങ്ങനെ വിയർപ്പ് രക്തമാക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാര്, ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട തൻ്റെ ശിഷ്യന്മാര് ഉറങ്ങുന്നത് കാണുമ്പോൾ ഈശോയുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും തോന്നേണ്ട ഒരു വികാരം നിരാശയുടെയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവപിതാവിൻ്റെ അടുത്ത് എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, എൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ല എന്ന് തോന്നുന്ന രീതിയിൽ കർത്താവിന് വേണമെങ്കിൽ തോന്നും. കുരിശിൽ കിടന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ പാനപാത്രമൻ പ്രിയതാതാ മാറ്റി തരണമേ. കർത്താവ് പ്രാർത്ഥിച്ചതാ. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. സ്നേഹമുള്ളവരെ, ഈശോയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്ന് നമ്മൾ ആ തിരുവചനത്തിൽ വായിക്കുന്നില്ല. ഈശോയുടെ പീഡാനുഭവ സമയത്ത് അങ്ങനെ ഒരു ചോദ്യത്തിന് ഈശോ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ഈശോ നിരാശനായില്ല. Then what about you and me? We are thinking. നമ്മുടെയൊക്കെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ പാഴായി പോകണമെന്നുള്ള തോന്നലൊക്കെ വരുമ്പോൾ കർത്താവിനെയൊക്കെ നമ്മൾ എത്ര പെട്ടെന്ന് ഡിനൈ ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്കറിയാം, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നേ. അപ്പനും അമ്മയും മക്കള് 2 പേരും എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ വന്നിരുന്ന ഫാമിലിയാ. ഒരു ദിവസം മോന് 10-20 വയസ്സിന് താഴെയുള്ള മോന് പെട്ടെന്ന് ഈ മൂക്കിൻ്റെ അവിടെ ഒരു റെഡിഷ് കളറാവണു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടർമാർ പറയണു ഇതെന്തോ അലർജിയാന്ന് പറയണു. 2 മാസം കഴിയുമ്പോഴേക്കും ഈ പറയുന്ന കാര്യം മുഖത്ത് മുഴുവൻ കയറുന്നു. അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞു ബ്ലഡ് ക്യാൻസറാന്ന് പറയണു. 1 വർഷത്തിനുള്ളിൽ ആ മോൻ കൺമുമ്പിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. ഈ പടിയിറങ്ങിപ്പോയി കഴിഞ്ഞ് ആ മരണ വീട്ടിൽ ഞങ്ങൾ പോയി തിരിച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഈ അപ്പനും അമ്മയും ഇരുന്ന് ഒറ്റ ചീത്ത വിളിച്ചിട്ട് പറയണ കാര്യം എങ്ങനെയാ, അച്ഛൻ്റെ ദൈവമൊക്കെ എവിടെയാ? അച്ഛൻ വിശുദ്ധ കുർബാന ചൊല്ലിയിട്ടൊക്കെ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മോൻ്റെ ഈ ജീവിതം, ഈ ചത്ത ശരീരമാണോ അച്ഛ തിരിച്ചു തന്നേ? ഇതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ബലിയർപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ വിശ്വസിക്കില്ല, ഈശോയെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ ഒരു കുടുംബത്തെ എനിക്ക് ഓർമ്മയുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചു പറയാൻ ഉത്തരയില്ല. പക്ഷെ കർത്താവിൻ്റെ തിരുവചനം നമ്മുടെ അടുത്ത് പറയണത് നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൂടെ നീ അത് കടന്നു പോകണത് ഒരുപക്ഷെ നിന്റെ നന്മയ്ക്കാണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുമോ?
നമുക്കത് തിരിച്ചറിയാൻ പറ്റണില്ല എന്നുള്ളതല്ലേ സങ്കടം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതാവുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവണതല്ലേ. നമ്മുടെ ക്രൈസിസിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലാതാവുമ്പോൾ അച്ഛൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒത്തിരി മക്കൾ വന്ന് പറയണ സങ്കടം, അച്ഛാ എത്ര കൊന്തയില്ലേ ഇതാ, അച്ഛൻ പറഞ്ഞിട്ട് 40 ദിവസത്തെ പ്രാർത്ഥന ചൊല്ലിയില്ലേ, 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതാ, 3 നേരം കരുണക്കൊന്ത ചൊല്ലിയതാ, പുലർച്ചെ 3 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും രാത്രി 10 മണിക്കും മുടങ്ങാതെ 40 ദിവസം ജപമാല ചൊല്ലിയതാ അച്ഛാ, ഒരേ സ്ഥലത്ത് ഒരേ ബലിപീഠത്തിൽ ഗ്രിഗോറിയം മാസ് ചൊല്ലി പ്രാർത്ഥിച്ചത്, എന്നിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പോയി. അപ്പൊ ഈ പ്രാർത്ഥനകൾ എന്തുകൊണ്ട് കേൾക്കാതെ പോയി എന്ന് പറയുമ്പോൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കണത് നിനക്ക് സമയമായിട്ടില്ല എന്ന് നിനക്ക്, പക്ഷെ ഇതെങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല സ്നേഹം. എങ്ങനെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ കുറേ നേരം കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം എടുത്ത് കാണിച്ചു തന്നിട്ടാ. 9-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം പറയണത് ഇങ്ങനെയല്ലേ, അന്ധനായ യാചകന്റെ സംഭവം പറയല്ലേ. അന്ധനായ യാചകന്റെ സംഭവത്തിൽ പറയണ എന്താ, അന്ധനായ മനുഷ്യൻ, ജന്മനാന്തനായ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരാളങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അവിടെ കൂടിയിരിക്കണവർ ചോദിക്കുന്നുണ്ട്, ആരുടെ കുഴപ്പം കൊണ്ടാ ഇവൻ അന്ധനായത്, ആരുടെ കുഴപ്പമാണ്, ഇവന്റെ അപ്പൻ്റെ അമ്മയുടെ ഇവന്റെ പാപ, ഇസ് ദർ എനിത്തിങ്, എന്തെങ്ങനെ സംഭവിച്ചേ? പക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിങ്ങനെ ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം തന്നെ, എനിക്ക് എന്തുകൊണ്ട് ഇന്നൊരു പ്രശ്നം തന്നെ, എൻ്റെ ഈശോയെ നിന്റെ കൂടെ നിൽക്കാതിട്ടാണോ എന്തെങ്ങനെ ഉണ്ടായത്? വി ആർ റിയലി കംപ്ലൈനിങ്. തിരുവചനം പഠിപ്പിച്ചു എൻ്റെ അടുത്ത്, പഠിപ്പിച്ച തിരുവചനം ഇങ്ങനെയാ, ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. ഇതൊരു മരിച്ച വീട്ടിൽ പോയിട്ട് എങ്ങനെ പറയുന്നുള്ളത് അച്ഛനറിയില്ല സ്നേഹമുള്ളവരെ. പക്ഷെ ഇത് കർത്താവ് നമ്മളെ പഠിപ്പിക്കണ ഒരു ബോധ്യത്തിലേക്ക് വരാൻ പറ്റും. ഇതാണ് വിശ്വാസം, ഇതാണ് വിശ്വാസം. അപ്പൊ നമുക്കിങ്ങനെ ഒന്ന് ഇത്രയും പറഞ്ഞു വെച്ചിട്ട് അച്ഛൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രയാ. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഇത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ക്രൈസിസിലൂടെ നീ കടന്നു പോണത് നീ വലിയൊരു മഹത്വത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അങ്ങനെയൊന്ന് പഠിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നത് ഒരു തരം നിരാശയല്ലേ, കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ ഇതിനെയൊന്ന് നമുക്കൊന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, നിന്റെ ദൈവം നിന്നെ പരീക്ഷിക്കുന്ന അതിനപ്പുറത്ത് ഒരു വലിയ ആനന്ദത്തിന്റെ മരമാവ് നട്ടിട്ടുണ്ട്. പഴയ നിയമത്തിലൊരു സംഭവം ഓർത്ത നല്ലതല്ലേ. മോശ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലൂടെ കടന്നു പോവാം. കാരണം ഇവർക്ക് വെള്ളം കൊടുക്കാനില്ല, ഭക്ഷണം കൊടുക്കാനില്ല, ഒന്നുമില്ലാണ്ട് നിൽക്കുന്ന സമയം. അങ്ങനെയാണ് അവര് ഈജിപ്തിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. മോശയുടെ അടുത്ത് ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇസ്രായേൽക്കാര്, എന്തിനാ ഞങ്ങളെ ഈ ഒരു നരകത്തിലേക്ക് കൊണ്ടുവന്നേ, ഇതിനേക്കാൾ നല്ലത് ഈജിപ്തില് അടിമത്വമായിരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ ചങ്കുവിട്ടുണ്ട് മോശയുടെ. അപ്പോൾ മോശ പോയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് പറയുന്നത്, കർത്താവ് എന്തിനാ, നീ പറഞ്ഞിട്ടല്ലേ ഇവരെയും വലിച്ച് ഞാനിങ്ങനെ ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ മരുഭൂമി അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വെള്ളം കൊടുക്കാനില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല വെള്ളം കാണുക, അത് കുടിക്കാനായിട്ട് ഇസ്രായേൽക്കാരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വന്ന് കൈകളിൽ കുമ്പിളിൽ വെള്ളം എടുത്ത് കുടിക്കാൻ നിൽക്കുമ്പോഴാണ് അവര് സങ്കടത്തിന്റെ കാര്യം കാണുന്ന കാര്യം എന്താ, ഈ കുടിക്കാൻ പോണ വെള്ളം കയ്പാണ്, കുടിക്കാൻ പറ്റാതെ. അപ്പൊ ഇവർക്ക് ദേഷ്യം ഇങ്ങനെ ഇരട്ടിക്കുക. മോശയ്ക്കടക്കം ഭയങ്കര സങ്കടമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പാഴായി പോകുന്ന അതേ എക്സ്പീരിയൻസിലൂടെ മോശ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, കർത്താവേ എന്താ ഇങ്ങനെ മരുഭൂമിയിൽ വന്നു, അവസാനം നീ വെള്ളം കാണിച്ചു തന്നു, ആ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ കർത്താവ് അവൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മോനെ ഇങ്ങനെ ദുരന്തം ഉണ്ടാവുന്നു, ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആനന്ദത്തിന്റെ പച്ചമരം അപ്പുറത്ത് നട്ടിട്ടുണ്ട്. There is a tree behind this river. സ്നേഹിതരെ, ഈ ദൂത് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വചനമാണ്. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ എല്ലാം കൈപ്പേറിയ അനുഭവമാവാം, കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയണ പോലെ ലൈഫ് ഇങ്ങനെ ക്രൈസിസിന്റെ മേൽ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പഠിപ്പിക്കുകയാണ്, പക്ഷേ ഇതിനപ്പുറത്ത് ഒരു മരം നിന്നെ സംരക്ഷിക്കാൻ ഞാൻ നിർത്തിയിട്ടുണ്ട്. മോശയുടെ അടുത്ത് കർത്താവ് പറയണേ എന്താ, മോനെ പോയിട്ട് ആ മരത്തിന്റെ അവിടെ പോയിട്ട് ആ മരം എടുത്തുകൊണ്ടിരുന്നല്ലോ പറയണേ, മരത്തിന്റെ അവിടെ നിന്ന് പോയിട്ട് ഒരു ചെറിയ കമ്പ് കൊണ്ടുപോവാ. അവിടുന്ന് പോയി ആ മരത്തിന്റെ കമ്പ് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് ഉടനെ തന്നെ വെള്ളം മധുര തരമായിട്ട് തീർന്നു.
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മഹത്യ ചെയ്യാൻ നിൽക്കണ മക്കളാണ്, നിരാശപ്പെട്ടിരിക്കുന്നവരാണോ, സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ തുടങ്ങിയിട്ട് അത് കൂപ്പുകുത്തുന്ന രീതിയിൽ ബിസിനസ് തകർന്ന വ്യക്തിയാണോ? എന്ന തിരുവചനം നിന്നോട് പറയണത്, നിനക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരു മരം നട്ടിട്ടുണ്ട്. നിന്നെ രക്ഷിക്കാൻ, നിനക്ക് വീണ്ടെടുപ്പ് നൽകാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു മരം നട്ടിട്ടുണ്ട്. മോശ കണ്ടു അത്. ആ മോശ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് നല്ലൊരു പാട്ടുണ്ട്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി മാറ്റുമവൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി മാറ്റുമവൻ. എന്നെ കരുതുന്നവൻ. സത്യല്ലേ? ഇപ്പൊ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒത്തിരി ഇങ്ങനെ വിഫലബോധത്തിന്റെ തീരത്തിലേക്ക് പോയ അവസ്ഥയുണ്ട്. ഈശോ കടന്നു പോയതുപോലെ, ശിഷ്യന്മാർ കടന്നു പോയതുപോലെ, മീൻ പിടിക്കാൻ പോയിട്ട് രാത്രി മുഴുവൻ കിട്ടാത്ത വന്ന അവസ്ഥയിലൂടെ കടന്നുപോയ ജീവിതമായിരുന്നു എൻ്റെ. എനിക്കങ്ങനെ ഒരു അത്രയും ബാഡ് എക്സ്പീരിയൻസിലൂടെ എൻ്റെ ബാല്യം കടന്നു പോയിട്ടുണ്ട്. എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ചൊന്ന് പാട്ട് പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഗീതത്തിലേക്ക് വരണം എന്നൊക്കെ. വീട്ടിലെ ദാരിദ്ര്യം കാരണം പാട്ട് പഠിക്കാൻ പോകാനോ ഒന്നിനും പറ്റാറില്ല. അപ്പോൾ എല്ലാവരും, അടുത്തുള്ളവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരെ കൂടിയിട്ട് ട്യൂഷന് പോകണു, ഫീസ് കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകണു, അവിടെയുള്ള ബാലഭവനിലൊക്കെ പോകണു. വെക്കേഷൻ സമയത്ത് നമുക്കിതൊന്നും പറ്റണില്ല. ഉള്ളിൽ ഭയങ്കര സങ്കടം. സെമിനാരിൽ 10-11 വർഷക്കാല സ്നേഹമുള്ളവർ അങ്ങനെ ക്രൈസിസ് ആയിരുന്നു. ഒന്നും പറ്റണില്ല, നമ്മൾ ആഗ്രഹിച്ചതൊന്നും പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം. അപ്പം കർത്താവ് എന്നെ പഠിപ്പിച്ചു, നിന്റെ വിഫലബോധത്തിൻ്റെ തീരത്തിലേക്ക് ഞാൻ വരും. ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അന്നൊരു സങ്കടത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ആ സങ്കടത്തിൽ കൂപ്പ് കുത്തിയിരുന്നെങ്കിൽ തീർന്നേനെ. ഞാൻ ഇന്നറിയണ കാര്യമുണ്ട്, അന്ന് എനിക്ക് ഫീസൊക്കെ തന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിയിലൊക്കെ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ വചനം, കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കാൻ എനിക്ക് പറ്റില്ല. ഒരുപക്ഷെ ഞാൻ ഏതെങ്കിലുമൊക്കെ പാട്ടിൻ്റെ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയേനെ, എന്തെങ്കിലും 2-3 ആൽബറയ്ക്കോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതം തീർന്നേനെ. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്, കർത്താവ് അന്ന് എനിക്ക് അനുവദിച്ച് തരാത്തത് ഇന്ന് അതിൻ്റെ ഇരട്ടി അതിനപ്പുറത്ത് കർത്താവ് ആനന്ദത്തിൻ്റെ ഒരനുഭവം എനിക്ക് തന്നു. ഇതെൻ്റെ ജീവിതമാണെങ്കിൽ സ്നേഹമുള്ളവർ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നേക്കാൾ കൃപയിൽ നിൽക്കുന്ന ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചില കാര്യങ്ങൾ നിന്നിൽ നിന്ന് മാറ്റുമ്പോൾ, ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, യു ഡോണ്ട് വറി, നീ അതിൽ സങ്കടപ്പെടേണ്ട, അതിനപ്പുറത്ത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് മനസ്സിനൊന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? മോശയ്ക്ക് കർത്താവ് ഒരു ആനന്ദത്തിൻ്റെ പച്ചമരം അമാറയുടെ ആ വെള്ളത്തിൻ്റെ അപ്പുറത്ത് ഒരുക്കി വെച്ചതുപോലെ കർത്താവ് എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയലാണ് ശരിക്കുള്ള വിശ്വാസം. ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യു വാണ്ട് ടു ഡു വൺ തിങ് ഓൺലി ദിസ് ഈസ് ദ ഹോപ്പ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇതാ പ്രത്യാശ. അങ്ങനെ ജീവിച്ചൊരു സ്ത്രീയല്ലേ ബൈബിളിൽ ഈശോയെ ആദ്യം കാണുന്നത് ആരാ? ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ആദ്യം കാണുന്നത് അങ്ങനെ പ്രതീക്ഷ വെച്ച ഒരു സ്ത്രീയാണ്. ബാക്കി എല്ലാവരും വിചാരിച്ചു ഈശോ മരിച്ചു, ഇനി ഈശോയെ അന്വേഷിച്ച് പോകണ്ട. സ്വന്തമായിരുന്നവര് നെഞ്ചിലേറ്റിയത് അതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു സ്ത്രീ കരുതി, ഇല്ല, കുഴിച്ചിട്ടാലും കല്ലറ കൊണ്ട് മൂടിയാലും അതിനപ്പുറത്ത് എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പുലരി നിലാവ് തെളിയുന്നതിന് മുമ്പ് ഗുഹാമുഖത്തേക്ക് പോവാ. ആ ഗുഹാമുഖത്തേക്ക് പോകുന്ന സ്ത്രീയുടെ ചരിത്രമാണ് കർത്താവ് തിരുത്തി എഴുതുന്നത്. അവളുടെ ജീവിതം, അവൾ പാപിയായിരുന്ന അവളുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ സങ്കടങ്ങളൊക്കെ കർത്താവ് മാറ്റിയിട്ട് പറഞ്ഞു, വളരെ സമാധാനം, നിന്റെ ജീവിതത്തിന് കർത്താവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടെന്ന് പറയണത് എപ്പോഴാണ്? 3 ദിവസത്തിന്റെ വേദനയിലൂടെ കടന്നു. അതിലെ തളരാതെ നിന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം നമ്മൾ ഒരുപക്ഷെ പിടിവള്ളി പൊട്ടി നിൽക്കുന്ന അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന കുടുംബമാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അലച്ചിലൂടെ നാണക്കേടിൻ്റെ സങ്കടങ്ങളുടെ തീരത്തിരിക്കണവരാണ്. കർത്താവ് നിന്നോട് പറയണത്, 3-ാം നാൾ നിനക്കൊരു ഉയർപ്പുണ്ട്. ശിഷ്യന്മാര് രാത്രി 11-12 മണിക്കൂർ നേരം അധ്വാനിച്ചിട്ട് തളർന്നിരുന്ന സമയത്ത് കർത്താവ് വിഫലബോധത്തിന്റെ തീരത്തേക്ക് വന്നതുപോലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുടെ അടുത്തേക്ക് ഈശോ ഒന്ന് വരുന്നുണ്ട്. ഈശോയെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളിപ്പോഴും ഇങ്ങനെ പേടിച്ചിരിക്കുകയല്ലേ? കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇന്നോട്ട് പറയാൻ പറ്റണം, ഫേസ് ചെയ്യാം, ഐ ആം റെഡി, ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാ. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നമില്ല എന്ന് ചിന്തിക്കരുത് സ്നേഹമുള്ളവരെ. ഇപ്പം നമുക്ക് പറ്റുന്ന പരിക്ക് എന്താണെന്നറിയോ? നമ്മളിങ്ങനെ റെഡിമെയ്ഡ് ഭക്ഷണം പോലെ കിട്ടും നമുക്ക് ആഗ്രഹം.
റെഡി ടു കുക്ക് എന്ന് പറയണ സംഗതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഇതിപ്പോൾ വെള്ളം ഒഴിച്ചു, ന്യൂഡിൽസ് ഇട്ടു, 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ഫുഡ് പോലെയാണ് നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ. അങ്ങനെയല്ല, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രശ്നമൊക്കെ തന്നെയാണ്. ഒരൊറ്റ ഉദാഹരണം വായിച്ചാൽ മതി. ഈശോയും ശിഷ്യന്മാരും കൂടിയിട്ട് ഒരു യാത്ര പോണില്ലേ, ഒരു ഉല്ലാസയാത്ര പോണ പോലെ, ഒരു സവാരി പോണ പോലെ വെള്ളത്തിൽ പോകണുണ്ട് ഇവര്. ആ വെള്ളത്തിൽ പോണ സമയത്ത് സംഭവിക്കുന്നത് എന്താ, ശിഷ്യന്മാർ ഇങ്ങനെ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈശോ വഞ്ചിയിലുണ്ടായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഈശോ വഞ്ചിയിലുണ്ടായിരുന്നിട്ട് അങ്ങനെ ഒരു കാറ്റും കോളും വരേണ്ട കാര്യം ഉണ്ടാവും, അവരിങ്ങനെ നിലവിളിക്കേണ്ട കാര്യം ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ ഉള്ള തോന്നല്ലേ, ഈശോയുടെ കൂടെ നിന്നിട്ട് അവനെന്താ അങ്ങനെ. ഇപ്പൊ ചിലരൊക്കെ നമ്മളൊക്കെ കളിയാക്കും. എനിക്കറിയാം, എൻ്റെ അടുത്തുനിന്ന് ചിലർ പറയാറുണ്ട്, അച്ഛാ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ വരാൻ ഇപ്പോൾ പേടിയാവുക. നമുക്ക് എന്തേ, പള്ളിയിൽ നമ്മൾ പറയാം എല്ലാ ദിവസം മുടങ്ങാണ്ട് കുർബാനയ്ക്ക് വരണം, അത് അഭിഷേകം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വന്നിട്ട് പറയാം, അച്ഛാ സങ്കടം അച്ഛാ പറയാൻ. എന്തേ, നാട്ടുകാർ പറയാം എല്ലാ ദിവസവും നീ പള്ളിയിൽ പോയിട്ട് നിന്റെ വീട്ടിൽ ഇത്രയും പ്രശ്നമല്ല, പിന്നെ നീ എന്തിനാ പള്ളിയിൽ പോണെന്ന് ചോദിച്ച് കളിയാക്കച്ചാന്ന് പറയാം. അപ്പൊ ചിലപ്പോൾ സത്യ ഈശോയെ സ്വീകരിച്ച അത് ഈശോ ഉണ്ടായിരുന്ന വഞ്ചിയ. ആ വഞ്ചിയിലും എന്ത് സംഭവിച്ചു, കാറ്റും കോളും വന്നു, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ നിറഞ്ഞു. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്, ആ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടും ആ വഞ്ചി മറഞ്ഞു എന്നല്ലല്ലോ തിരുവചനം പറയണേ. അതാണ് അതിൻ്റെ ബ്യൂട്ടി. നമ്മൾ സെൻസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയണത് ആ ഒരു കാര്യമാണ്. ആ വഞ്ചിയിൽ അവരുണ്ടായിരുന്നവര് ആ വള്ളത്തില് വെള്ളം കയറി അവര് മുങ്ങി മരിച്ചില്ല. മറിച്ച് എന്തായിരുന്നു, ആ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് കർത്താവ് കൈനീട്ടി, ആ പ്രശ്നത്തെ കർത്താവ് പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒന്ന് കണ്ണടയ്ക്കുക. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിലൂടെ കടന്നുപോയി നമ്മുടെ പ്രാർത്ഥന കേൾക്കണില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങൾ, വിഫലബോധത്തിൻ്റെ തീരത്തിരിക്കുന്ന അനുഭവങ്ങൾ, ഏതൊക്കെ പ്രശ്നമാണോ നീ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ പ്രശ്നങ്ങൾ ഇന്ന് കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ ഞാൻ ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിൽക്കണേ. കടബാധ്യതയുടെ ലക്ഷങ്ങളുടെ കടബാധ്യതയായിരിക്കാം, ഒരുപക്ഷെ വലിയ രോഗത്തിൻ്റെ അടിമത്തത്തിലായിരിക്കാം, എഴുന്നേൽക്കാനാവാത്ത രീതിയിൽ മുറിവേറ്റവരായിരിക്കാം നമ്മൾ. കർത്താവിനോട് പറയുക, കർത്താവെ ഞാൻ വിശ്വസിക്കണു, സ്റ്റിൽ ഐ ബിലീവ്. കർത്താവിൻ്റെ മക്കൾ ഇന്ന് ഈ സമയത്തൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. മാറയുടെ കയ്പുള്ള വെള്ളം അത് പരിഹരിക്കാൻ കർത്താവ് ഒരു മരം നട്ടതുപോലെ എനിക്ക് വേണ്ടി കർത്താവ് ഒരു മരം നട്ടിട്ടുണ്ട്. എന്നെ ആനന്ദിപ്പിക്കാൻ, എന്നെ ചൈതന്യവൽക്കരിക്കാൻ കർത്താവ് ഒരു മരം നട്ടിട്ടുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്കപ്പുറത്ത്, എൻ്റെ നീറുന്ന ദുഃഖങ്ങൾക്കപ്പുറത്ത്. പൗലോസ്ലിഹയെ പോലെ ഞാൻ ഇന്നോട്ട് പറയട്ടെ, പൗലോസ്ലിഹ പറഞ്ഞതുപോലെ ഞാൻ ഇന്നോട്ട് പറയട്ടെ. നമുക്കിന്ന് മനസ്സിൽ പറയാം, നിസ്സാരമാണ് എൻ്റെ പ്രശ്നങ്ങൾ, നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ്റെ ദുഃഖങ്ങൾ നിസ്സാരമാണെന്ന് പറയട്ടെ. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ എല്ലാ നിരാശ ബാധിച്ചവരെയും, എല്ലാ രോഗികളെയും, കർത്താവെ എഴുന്നേൽക്കാനാവാത്ത രീതിയിൽ മുറിവേറ്റവരെയും അവിടുന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.